റോയൽ ഫുഡായ ചിക്കൻ കടായി ഉണ്ടാക്കുന്ന വിധം: ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, തക്കാളി, കരിവേപ്പില, പച്ചമുളക് ഇതെടുക്കുക. പിന്നീട് സ്വല്പം തക്കാളി ജ്യൂസ് ജാറിൽ ഇടുക. സ്വല്പം ബിരിയാണിയിലൊക്കെ ഉപയോഗിക്കുന്ന പൂവും ചേർക്കുക. സ്വല്പം പഞ്ചസാര ഇതുപോലെ ചേർക്കുന്നത് നല്ലതാണ്. ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുക്കുക. പിന്നീട് കറിവേപ്പില വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കണം. ഒരു പ്ലേറ്റിൽ ആവശ്യമായ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എടുത്തതിന് ശേഷം നാം നേരത്തെ കഴുകി വെച്ച ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിൽ പുരട്ടിയെടുക്കണം. നല്ലോണം കുഴച്ചെടുക്കണം. ഈ ഇറച്ചി കഷ്ണത്തിന് ഈ മസാല പിടിക്കുന്നവരെ ഇതുപോലെ നല്ല വിധം മഞ്ഞളും മുളകൊക്കെ ചേർക്കുക. ഇതുപോലെ ആയിട്ട് വരും. അതിനുശേഷം ചീനച്ചട്ടിയിൽ തിളച്ച വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം. ഓരോരുത്തർക്ക് എത്രയാണോ വേവ് കൊണ്ട് അതുപോലെ നമുക്ക് പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത് ആ ചീനച്ചട്ടിയിൽ നിന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റുക. പിന്നെ ഈ നാം പൊരിച്ചെടുത്ത ചിക്കൻ പീസുകൾ ഫ്രൈ പാനിൽ ഇടുന്നതിന് മുമ്പ് ഇതുപോലെ സവാള വാട്ടിയെടുക്കണം. സവാള മഞ്ഞ കളറായി വരുന്നത് വരെ. അതിനുശേഷം അതിൽ തക്കാളി, ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, ചുവന്ന മുളക് ആവശ്യത്തിനനുസരിച്ച്, കുരുമുളക് ചേർക്കാൻ മറക്കരുത്. പിന്നെ തക്കാളി പേസ്റ്റും ഇതുപോലെ ചേർക്കുക. കടയിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ അരച്ചെടുത്താലും മതി. പിന്നീട് ചെറിയ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കുക. ഇത്തിരി ആസ്വാദകരമായ ഒരു ഫുഡ് ഇത്. നെച്ചോറിനും സാധാരണ ചോറിനും പത്തിരിക്കും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന കിടിലൻ ടേസ്റ്റുള്ള ഒരു കറിയാണ്, കൂട്ടാനാണിത്. ഇതുപോലെ നിങ്ങളും ചിക്കൻ കടായി ഉണ്ടാക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. ഗുഡ് ബൈ.